ഇറ്റ്സ് മീ ആർ ബി അയാന. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അതിന്റെ വേറൊരു കളറായിട്ടുള്ള പിങ്ക് കളറാണ്. അപ്പൊ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഒരു ബ്രൗണും പീച്ച് കളറും എടുത്ത് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ റൗണ്ട് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് റൗണ്ട് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു 3 റൗണ്ട് ഷേപ്പിലുള്ള സാധനം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അപ്പായിട്ട് എടുക്കാന്ന് വെച്ചാൽ ഇൻസൈഡ് ആക്കി എടുക്കുക. എന്നിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ വൈറ്റും പിങ്കും എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതാണ് ഇതുപോലെ ആക്കി എടുക്കുക. എന്നിട്ട് ഇതിന്റെ മേലെ നമ്മൾ നന്നായിട്ട് ആ പിങ്ക് നന്നായിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ മേലോട്ട് നമ്മൾ അതിങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് കുറച്ച് ഞാൻ ഇത്തിരി അധികം ഉണ്ടാക്കിപ്പോയി. അത്ര അധികം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നാണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ വന്നിട്ട് ഷേപ്പ് ആവാൻ ചെയ്യും. നന്നായിട്ട് നമ്മളത് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് പ്രസ് ചെയ്ത് കൊടുക്കണമേ. എന്നിട്ട് ഒന്നും കൂടി ആ ഒരു മറ്റേ നിപ്പോൾ സാധനം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കൂടി ഇൻസൈഡ് ആക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, പുൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറേ കളേഴ്സ് ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ലുക്ക്. കുറേ കളേഴ്സ്, ഇങ്ങനത്തെ കുറേ കളേഴ്സ് ഉണ്ട്. അങ്ങനത്തെ കുറേ കളേഴ്സ് എടുത്തിട്ട് റൗണ്ട് ആക്കിയിട്ട് ഇതുപോലത്തെ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതിലിങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത്. ഡോണറ്റ് റെഡി ആവുകയും ചെയ്തു, നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് മറ്റേതാ, ഇത് രണ്ടും നല്ല ഭംഗിയുണ്ടല്ലേ, മാച്ചിങ് പോലെ ഉണ്ട്. അപ്പോൾ ഇത് നല്ല രസമുള്ള ഡോണറ്റ്. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ ബൈ. ആർട്ട് ബി അയാന.